വെള്ളാപ്പള്ളി നടേശനാണ് ഇപ്പോഴത്തെ താരം. വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വലിയ തോതിലാണ് വെള്ളാപ്പള്ളി നടേശനെ എതിരെ വരുന്ന ഭീഷണികളും അദ്ദേഹത്തെ കരിയോയിൽ ഒഴിച്ച് അദ്ദേഹത്തിന് മുഖത്തോട് ഒഴിക്കണമെന്നും ഒരു യൂത്ത് കോൺഗ്രസ് ആൾ പറഞ്ഞിരിക്കുന്നു. വേറെയുള്ളവരെ കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നു. വളരെ വലിയ തോതിലാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു ആക്ഷേപം വരുന്നത്, ബഹളമുണ്ട്. എന്താണ് വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തുന്ന വിഷയം? ഇത് വളരെ ഗൗരവമായി കേരള സമൂഹം ചർച്ച ചെയ്യുന്നതിന് പകരം അതിനെ ഇട്ട് നാശക്കോട്ടയാക്കുന്ന രീതിയിലാണ് പോകുന്നത്. വെള്ളാപ്പള്ളി നടേശൻ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുസ്ലിം വിരുദ്ധനല്ല, മുസ്ലിങ്ങൾക്കെതിരായി ഞാനൊന്നും പറയുന്നുമില്ല. എന്നാൽ UDFന്റെ ഭരണകാലത്തും LDFന്റെ ഭരണകാലത്തും കാലാകാലങ്ങൾ വരുന്ന ഗവൺമെന്റുകളുടെ ഭരണകാലത്ത് SNDP എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്ന കോളേജുകൾക്കോ സ്കൂളുകൾക്കോ അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന കോളേജുകളോ സ്കൂളുകളോ ഒക്കെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കിട്ടുന്നില്ല. ഇതാണ് പുള്ളിയുടെ പരാതി. അതിന് അദ്ദേഹം കുറെ ഉദാഹരണങ്ങളും പറയുന്നുണ്ട്. ഒരു സ്കൂള് അപ്ഗ്രേഡ് ചെയ്യാൻ ഉമ്മൻചാണ്ടി സമ്മതിച്ചു. ഉമ്മൻചാണ്ടിയെ പോയി കണ്ട് ഉമ്മൻചാണ്ടി പറഞ്ഞു, എന്തിനാണ് താങ്കൾ വന്നതെന്ന് ചോദിച്ചു. അവസാനം ഞാൻ നിങ്ങൾ ഫോൺ ചെയ്താൽ പോരായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അത്രയും നല്ല സൗഹൃദമുള്ള വലിയ നേതാവല്ലേ. അതൊക്കെ പറഞ്ഞെങ്കിലും അല്ല, കുഴപ്പമില്ല, ഞാൻ നേരിട്ട് വന്നതാണെന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടിയെ നേരിട്ട് പോയി വെള്ളാപ്പള്ളി നടേശൻ കണ്ട് ഒരു സ്കൂളിന്റെ അപ്ഗ്രഡേഷന് പോയി. അപ്ഗ്രഡേഷൻ നടത്താമെന്ന് ഉമ്മൻചാണ്ടി സമ്മതിച്ചു. പക്ഷെ ആ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്തില്ല. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ലീഗുകാരാണ്. ഇത് ലീഗ് ചർച്ച ചെയ്യണം. ഇത് ചർച്ച ചെയ്ത് വെള്ളാപ്പള്ളി നടേശന്റെ പ്രശ്നം എന്താന്നുള്ളത് ചർച്ച ചെയ്താൽ തീരാവുന്ന വിഷയങ്ങളല്ലേ ഉള്ളൂ. ഒന്ന്. രണ്ടാമത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അത് ചർച്ച ചെയ്താൽ നമുക്ക് പോകാനാവില്ല സമൂഹം. എന്താണ് വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തുന്ന കാര്യങ്ങൾ? ഇവിടെ സ്കൂളുകളും കോളേജുകളും ആരോഗ്യ സ്ഥാപനങ്ങളും ഒക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ന്യൂനപക്ഷങ്ങൾക്കും നടത്താം, മത സാമുദായിക സംഘടനകൾക്കും നടത്താം. അത് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. ഇതിന്റെ പേരിലാണ് നമ്മൾ വിമോചന സമരം ഇവിടെ വന്നത്. എല്ലാ സ്കൂളുകളിലും, എയ്ഡഡ് സ്കൂളുകളിൽ, പിന്നെ സ്കൂളുകളിലും കോളേജുകളിലും സർക്കാർ ശമ്പളം കൊടുക്കുന്നത് കൊണ്ട് സർക്കാർ തന്നെ നിയമനം നടത്തും എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് മന്നത്തെ പത്മനാഭൻ അടക്കമുള്ള അന്നത്തെ ക്രൈസ്തവ സഭകളൊക്കെ വലിയ സമരം നടത്തി. ആ ഗവൺമെന്റ് തന്നെ പിരിഞ്ഞുപോയി. വിമോചന സമരത്തിൽ ഗവൺമെന്റ് തന്നെ പിരിഞ്ഞുപോയി. പിന്നെ ആരും ആ ഭാഗത്തോട്ട് പോയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നിയമപരിപാടികൾ കൊണ്ടുവരാൻ ഗവൺമെന്റുകൾ ശ്രമിക്കുമ്പോൾ അത് സുപ്രീം കോടതിയിലൊക്കെ പോയി സുപ്രീം കോടതി പറയും അത് പറ്റത്തില്ല, ന്യൂനപക്ഷത്തിന് അവകാശമുണ്ട്. ശരിയാണ്. അങ്ങനെ പറയുമ്പോൾ 75 ലക്ഷത്തോളം വരുന്ന ഈഴവർ ഇവിടെയുണ്ട്, 10-50 ലക്ഷത്തോളം വരുന്ന നായർ കമ്മ്യൂണിറ്റി ഉണ്ട്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്, 10-35 ലക്ഷം വരുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്, പിന്നെ 10-40 ലക്ഷത്തോളം വരുന്ന അങ്ങനെ മുസ്ലിം, ഇങ്ങനെ കുറെ കമ്മ്യൂണിറ്റികളുണ്ട്. ഈ കമ്മ്യൂണിറ്റികളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കോളേജും സ്കൂളും അനുവദിക്കുന്നത്. ഇതാണ് പ്രശ്നം. അല്ലാതെ പ്യുവർ ഒരു ജനസംഖ്യ എടുത്തിട്ട് ഓരോ ജില്ലയുടെയും ജനസംഖ്യ എടുത്ത് ആ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ഒരു തമ്പ് റൂൾ ഉണ്ടാക്കി, ആദ്യം ജനസംഖ്യ, രണ്ടാമത് പിന്നോക്കാവസ്ഥ, 3 ആക്സസിബിലിറ്റി, ഇത്ര കിലോമീറ്ററിനകത്ത് ഗവൺമെന്റ് സ്കൂളുണ്ടോ, ഇത്ര കിലോമീറ്ററിനകത്ത് സർക്കാർ സ്കൂളുണ്ടോ, അല്ലെങ്കിൽ ഇത്ര കിലോമീറ്ററിനകത്ത് പ്രൈവറ്റ് സ്കൂളുണ്ടോ, ഇതൊക്കെ കണക്കാക്കി ഒരു തമ്പ് റൂൾ ഉണ്ടാക്കി, ഒരു സ്റ്റാൻഡേർഡ് തമ്പ് റൂൾ ഉണ്ടാക്കി സ്കൂളുകളും കോളേജിലും അനുവദിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണെങ്കിൽ, അങ്ങനെ ഒരു വ്യവസ്ഥിതി നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി നടേശൻ പരാതി പറയുന്നതിനെ നമ്മൾ കണക്കാക്കണ്ട. അദ്ദേഹം പറയുന്നത് വർഗീയവാദമായിട്ട് കളയാം. പക്ഷെ അങ്ങനെ ഒരു സംവിധാനമല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഭരണത്തിൽ ആരൊക്കെ വന്നുമോ ആ ഭരണത്തെ സ്വാധീനിച്ചുകൊണ്ട് അവരവരുടെ പിൻബലം എടുത്തുകൊണ്ട് അവരവർ കോളേജുകളും സ്കൂളുകളും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുപോകുന്നതിനുള്ള ഒരു പരാതിയാണ് വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തുന്ന ഒന്നാമത്തെ വിഷയം. പക്ഷെ അദ്ദേഹം ഇത് അവതരിപ്പിച്ച് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നർമ്മവും പിന്നെ ഒരു ദേഷ്യവും അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിന്റെ പ്രായവും ഇതൊക്കെ കൂടെ വരുമ്പോൾ അദ്ദേഹം സംസാരിച്ച് വരുമ്പം അദ്ദേഹം ഒരു മുസ്ലിം വിരുദ്ധനും അദ്ദേഹം ഒരു വർഗീയവാദിയായി മാറും. അതല്ല വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിലുള്ള മെരിറ്റ് കാര്യകാരണ സഹിതം ഒരു ചാനലും ചർച്ച ചെയ്യുന്നില്ല. എന്താ ചർച്ച ചെയ്യുന്നത്? എന്താണ് കേരളത്തിലെ ടോട്ടൽ പോപ്പുലേഷൻ, ഓരോ പോപ്പുലേഷന്റെ അവസ്ഥ എന്താണ്, SN ട്രസ്റ്റിന് എത്ര സ്കൂളുകളുണ്ട്, എത്ര കോളേജുകളുണ്ട്, അത് ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് അവർക്ക് അർഹമായത് കൊടുത്തിട്ടുണ്ടോ കേരളത്തിൽ. ഇനി തിരിച്ച് തെക്കൻ ജില്ലകൾ എടുക്കുമ്പോൾ ലീഗുകാർ അപ്ലൈ ചെയ്തിട്ട് ലീഗ് മീൻസ് മുസ്ലിം മാനേജ്മെന്റ് MESകാരൊക്കെ തെക്കൻ ജില്ലകളിൽ അപ്ലൈ ചെയ്തിട്ട് അവർക്ക് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? ക്രിസ്ത്യൻ മിഷണറിമാരും ക്രിസ്ത്യൻ സഭകളും തെക്കൻ ജില്ലകളിൽ അവർക്ക് കൊടുക്കാതിരുന്നിട്ടില്ല. മാർവാനിസ് കടക്കുള്ള ഒരുപാട് വലിയ ക്യാമ്പസ് തന്നെ അവർക്കുണ്ട്, ഓട്ടോണമസ് കോളേജ് തന്നെയുണ്ട്, ഓട്ടോണമസ് യൂണിവേഴ്സിറ്റി തന്നെയുണ്ട്. പക്ഷെ എന്നാലും കൊടുത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എവിടെയാണ് ഇംബാലൻസ് എന്നുള്ളത്
ഒന്ന് ചർച്ച ചെയ്യണ്ടേ? ഒരു ചാനലും അത് ചർച്ച ചെയ്യുന്നില്ല. എല്ലാവരും വന്നിരുന്ന് ചർച്ച ചെയ്യുന്നത് എന്താണ്? വെള്ളാപ്പള്ളി പറഞ്ഞ വാക്കുകളിൽ പിടിച്ചത്. അത് വർഗീയ വിദ്വേഷമല്ലേ? വെള്ളാപ്പള്ളി പറയുന്നത് ശരിയാണോ? മുസ്ലിം വിരുദ്ധമല്ലേ? അദ്ദേഹത്തിന് നാവരിയണം, കഴുത്തരിയണം, പിന്നെ കരിയോയിൽ ഒഴിക്കണം, അദ്ദേഹത്തെ കൊല്ലണം എന്ന് പറയുന്നതിന് പകരം ഞാൻ വെള്ളാപ്പള്ളിയുടെ ആ ഭാഷാ പ്രയോഗത്തിലോ പത്രക്കാരെ ഉപദ്രവിക്കുന്നതിലോ അല്ലെ പത്രക്കാരെ വർഗീയവാദി എന്ന് പറയുന്നതോ, പ്രത്യേകിച്ച് അദ്ദേഹം ഒരു മുസ്ലിം നാമധാരി കൂടി ആയതുകൊണ്ട് ഈരാറ്റുപേട്ടയിൽ ഇത്ര കുറച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ ചില സ്ഥലമുണ്ടെന്നൊക്കെ ഉള്ള ഒരുപാട് വാർത്തകൾ പണ്ട് വന്നിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. പക്ഷേ ഈരാറ്റുപേട്ട അങ്ങനെയല്ല, കുറെ കൂടി വ്യത്യസ്തമായ സ്ഥലമാണ്. എങ്കിലും ചില കേസുകളൊക്കെ ഈരാറ്റുപേട്ടയിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മുസ്ലിം നാമധാരിയായ ഒരു ആളിന്റെ ഡീറ്റെയിൽസ് എടുത്ത് അദ്ദേഹം തീവ്രവാദിയാണ് എന്ന് ഒരു കൊളോക്കിയലായി പോലും പറയാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം സോറി ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞാൽ തീരുമായിരുന്നു. പക്ഷെ അല്ല, അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് അതിൽ പിടിച്ചു നിൽക്കുകയാണ്. അതൊരു പ്രായത്തിന്റെ ഒരു പ്രശ്നമുണ്ട് അതിനകത്ത്, ഈഗോയുടെ ഒരു കയറി നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട്. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യത്തിന്റെ മെറിറ്റ് ഒരു സമൂഹവും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായ കാര്യം. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ കറക്റ്റ് അല്ലേ? തുഞ്ചത്തെഴുത്തച്ഛന് എന്തുകൊണ്ട് അവിടെ സ്മാരകം ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് വെങ്കല പ്രതിമ ഉണ്ടാവുന്നില്ല? ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിന് അദ്ദേഹത്തിന് എല്ലാവരും കൂടി വളഞ്ഞിട്ട് കുത്തി കീറി ആക്രമിക്കുന്നത് ശരിയാണോ? ശരിയല്ല. കേരളത്തിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾക്കൊരു യഥാർത്ഥ വിഷയത്തെ നമ്മൾ അഡ്രസ് ചെയ്യുന്നത്, അത് അതിജീവിതയുടെ കേസിലും അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മുടെ ചാനൽ ചർച്ചകളെല്ലാം പോയത്. അതിജീവിതയുടെ കേസിലും ഇതുപോലെ പോയി, ഇതേ രൂപത്തിൽ പോയി. നമ്മളൊരു സാധനത്തിന്റെ ഒരു വസ്തുവിന്റെ മെറിറ്റിലേക്ക് കടന്ന് ഏതെങ്കിലും ഈ റിപ്പോർട്ടർ ചാനൽ തന്നെ ഡോക്ടർ അരുൺകുമാർ ആണല്ലോ അതിൻ്റെ അകത്ത് പ്രധാന ചാമ്പ്യനായി നിൽക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് അങ്ങോട്ട് പോയ ആളുള്ള ആണല്ലോ. ഡോക്ടർ അരുൺകുമാർ എന്ത് കാര്യം വന്നാലും മറ്റേ കർണാടകത്തിൽ ഒരു അപകടം, പിന്നെ ശിരൂരിലെ അപകടം, പിന്നെ ലോറി അപകടം വന്നപ്പോഴും, അർജുന്റെ ഒക്കെ അപകടം വന്ന മനാഫിന്റെ ഒക്കെ വിഷയം വന്നപ്പോഴും വലിയ ഗ്രാഫ് എല്ലാം കൊണ്ടുവന്നല്ലോ. എന്നാൽ അരുൺകുമാർ ഒരു ഗ്രാഫ് കൊണ്ടുപോവാ. എന്താ ഗ്രാഫ് കൊണ്ടുവരേണ്ടത്? കേരളത്തിൽ എത്ര കോളേജ് ഉണ്ട്, എത്ര സ്കൂളുണ്ട്, അത് ഏത് ജോഗ്രഫിക്കൽ ഏരിയയിലാണ് കിടക്കുന്നത്, ഇതിന്റെ ഇംബാലൻസ് എവിടെയാണ്, അതിൽ വെള്ളാപ്പള്ളി പറയുന്നതിൽ പോയിന്റ് ഉണ്ടോ എന്ന് വെള്ളാപ്പള്ളിയെ ബോധ്യപ്പെടുത്തൂ. അദ്ദേഹം വലിയൊരു നേതാവല്ലേ? വലിയൊരു സമുദായത്തിന്റെ കോടാനുകോടി ആസ്തിയുള്ള വലിയ സ്ഥാപനങ്ങളുള്ള വലിയൊരു പ്രസ്ഥാനത്തിന് 75 ലക്ഷം ആളുകൾ നേരിട്ട് വോട്ട് ചെയ്തില്ലെങ്കിലും അവരെല്ലാം ശ്രീനാരായണ ഗുരു ഭക്തന്മാരും SNDP-യിലൊക്കെ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ ഇത്രയും ശാഖകളൊക്കെ ഉള്ള കേരളത്തിലെ 1/3 പോപ്പുലേഷൻ ഉള്ള ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം. അത് കാണാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അദ്ദേഹം എത്ര മണ്ടനാണോ മന്ദബുദ്ധിയാണോ, അദ്ദേഹം വേറെ കച്ചവടമാണോ, അദ്ദേഹത്തിന് എന്തൊക്കെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാലും അദ്ദേഹം തന്നെയാണ് SNDP-യുടെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ്. അങ്ങനെയുള്ള ഒരു നേതാവ് ഒരു വിഷയം ഉയർത്തുമ്പോൾ അതിന്റെ വാക്കുകളുടെ മെരിറ്റിൽ പിടിച്ചു തൂങ്ങുന്നതിന് പകരം അത് അദ്ദേഹത്തെ പറഞ്ഞു തിരുത്തണം. അങ്ങനെ പറയരുത്, അങ്ങനെ പറഞ്ഞ് ശരിയായില്ല എന്ന് പറഞ്ഞ് ഒരു കാരണവര രൂപത്തിലുള്ള ഒരു പ്രായമുള്ള ആളാണല്ലോ, അങ്ങ് പറഞ്ഞ് ശരിയായില്ല എന്ന് പറഞ്ഞ് തിരുത്തൽ വേറൊരു കഥയാണ്. അതിനപ്പുറം അദ്ദേഹം പറയുന്നതിന്റെ മെരിറ്റ് ഒരു ഗ്രാഫിക്കൽ രൂപത്തിൽ ഏതെങ്കിലും ചാനൽ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ചാനൽ കണക്കെടുത്തിട്ടുണ്ടോ? നമുക്ക് അതിന് പരിമിതികളുണ്ട്. ഇപ്പോൾ ഒരു ഡിജിറ്റൽ ചാനൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിന് സർക്കാരിൽ നിന്ന് കണക്കെടുക്കുന്നതിനും സർക്കാർ ഈ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുന്നതിന് വലിയ പരിമിതിയുണ്ട്, പണച്ചെലവുണ്ട്, പരിമിതി. അതേസമയം സാറ്റലൈറ്റ് ചാനലുകൾക്ക് അവർക്ക് വിപുലമായ സന്നാഹമുണ്ട്. അവർ ചോദിച്ചാൽ വിവരങ്ങൾ ഗവൺമെന്റിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അവർക്ക് വലിയ സോഴ്സുമുണ്ട്. നമുക്ക് അങ്ങനെ സോഴ്സ് ഉള്ളവരല്ല. അതുകൊണ്ട് നമ്മൾ വിചാരിക്കണമെങ്കിൽ വേണമെങ്കിൽ വിവരാവകാശം വഴി കൊടുക്കാം, വേണമെങ്കിൽ ഒരു വിവരാവകാശം കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. ഈ ഓരോ ട്രസ്റ്റിനും, SNDP-ക്കാവട്ടെ, NSS-നാവട്ടെ, ക്രിസ്തീയ മാനേജ്മെന്റിനാകട്ടെ, മറ്റ് മാനേജ്മെന്റുകൾക്കാകട്ടെ, ഓരോരുത്തർക്കും എത്ര കോളേജുകൾ കൊടുത്തിട്ടുണ്ട്, എത്ര സ്കൂളുകൾ കൊടുത്തിട്ടുണ്ട്, അത് എവിടെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചും അത് കൊടുത്തതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചും കേരള സമൂഹം ചർച്ച ചെയ്യണ്ടേ? തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം. അത് ചർച്ച ചെയ്യുന്നതിന് പകരം നമ്മൾ ചർച്ച ചെയ്യുന്നത് വെള്ളാപ്പള്ളി വർഗീയവാദിയാണെന്ന് ആദ്യം പറയുക, ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, പിന്നെ തല്ലിക്കൊല്ലുക എന്ന് പറയുന്ന രൂപത്തിൽ ഈ വെള്ളാപ്പള്ളിയെ തന്നെ ബോധ്യപ്പെടുത്തണ്ടേ? വെള്ളാപ്പള്ളി നടേശനെ തന്നെ ബോധ്യപ്പെടുത്തണ്ടേ? ഗവൺമെന്റ് ആവട്ടെ അല്ലെങ്കിൽ ഈ സംവിധാനങ്ങളാവട്ടെ, എത്രയോ സംവിധാനങ്ങൾ നമ്മൾക്കുണ്ട്. അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി നിങ്ങൾ പറയുമ്പോൾ അല്ല, നിങ്ങളുടെ ഈ സ്കൂളുകളുടെയും കോളേജുകളുടെയും കണക്ക് പറയുമ്പോൾ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ തന്നിരിക്കുന്നത്. പക്ഷെ പോപ്പുലേഷൻ വെച്ച് പോകുമ്പോൾ നിങ്ങൾക്കാണ് കൂടുതൽ കിട്ടാൻ അർഹതയുള്ളതും. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ തന്നിരിക്കുന്നു, മറ്റവർക്ക് ഇത്രയേ കൊടുത്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് കിട്ടാത്ത പ്രദേശത്തേക്ക് പറയുന്നെങ്കിൽ എന്താണ് അവിടുത്തെ പ്രശ്നം? ഒരു സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യമൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെന്നേ. ഇതൊന്നും ചർച്ച ചെയ്യാതെ ഒരു യുക്തിയും ആലോചിക്കാതെ കല്ലെറിഞ്ഞ് കൊല്ലാം എന്ന് വിചാരിക്കുന്നത് മാധ്യമമായാലും അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, ശരിയാണ്, ആ വാക്ക് തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല. ആരും അങ്ങനെ പറയാൻ പാടില്ല. തീവ്രവാദി എന്നൊക്കെ പറയുന്നത് സൂക്ഷിച്ചോണം. പ്രത്യേകിച്ച് മുസ്ലിം നാമധാരി കൂടെ ആകുമ്പോൾ സമൂഹം എടുക്കുന്നത് വേറൊരു കാഴ്ചപ്പാടിലായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. ശരി തന്നെയാണ്. പക്ഷേ അദ്ദേഹം പറയുന്ന ആ യുക്തിയെ നമുക്ക് കാണാതിരുന്നു കൂടാ. അങ്ങനെ ഒരു കണക്ക്
സർക്കാരുകളോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ദയവായി പുറത്തുവിടണം. പിന്നെ ശിവൻകുട്ടി സാറും അത് പുറത്തുവിടണം. കേരളത്തിൽ ഓരോ സമുദായത്തിനും ഓരോ കാലഘട്ടത്തിൽ അനുവദിച്ചിട്ടുള്ള സ്കൂളുകളുടെയും കോളേജുകളുടെയും ലിസ്റ്റും അതിൻ്റെ ഭൂമിശാസ്ത്ര പ്രദേശവും. എന്നിട്ട് വെള്ളാപ്പള്ളി വീണ്ടും ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കുരിശിൽ കയറ്റാം.